ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. അത് ചിലപ്പോൾ അവരുടെ മോഡറേഷൻ കൊടുത്തായിരിക്കും, പക്ഷേ ജനങ്ങൾ ആ മോഡറേഷൻ കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ചാനലുകാർ, നാഷണൽ ചാനലുകാർ, കാരണം മോഡിയുടെ ഗ്യാരണ്ടിയുടെ ഉദ്ഘാടനം തൃശ്ശൂരിൽ നിന്നായിരുന്നല്ലോ. 3 തവണ തൃശ്ശൂർ വന്നു. അങ്ങനെ ഒരു സീറ്റ് തോൽക്കണ്ടെന്ന് അവർ വിചാരിച്ച് കാണും. പക്ഷേ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റിയും ജനം നൽകിയിട്ടില്ല. ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും BJPക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. അക്കാര്യം 101% ഗ്യാരണ്ടിയാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ പത്രങ്ങൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്ക് മറ്റ് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല. ഇന്ത്യ മുന്നണിക്ക് ചാൻസ് ഉണ്ടെന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത്. അതെ, അതാ പറയുന്നത്. അങ്ങനെ കണക്കുകൂട്ടലിൽ ആ ഒരു കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോളുകൾ വന്നത്. അപ്പോൾ അതിന്റെ 1/3 പോലും ലഭിക്കില്ല എന്ന് പറയുന്ന എക്സിറ്റ് പോളുകളുമുണ്ട്. നമ്മൾ ഇതിനൊക്കെ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച കണക്കിലേക്ക് പോലും എത്താത്തൊരു സാഹചര്യമല്ലേ ദേശീയ തലത്തിൽ കാണുന്നത്? അല്ല, അത് നമുക്ക് 48 മണിക്കൂർ കഴിയുമ്പോൾ ക്ലിയറായിട്ട് പറയാം. ഞാൻ പറഞ്ഞാലേ, ഞാൻ ഈ 295 ഒക്കെ ഞങ്ങളുടെ ലീഡർഷിപ്പ് പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുള്ളൂ. ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം, മോഡിക്ക് കൈവക്കാൻ ഒരാൾ പോലും കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോയില്ല. റിസൾട്ട് വന്നിട്ട് ഇനി ഒരു വാക്കിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അഥവാ ജയിക്കുകയാണെങ്കിൽ എന്നാൽ സംശയം ഞങ്ങൾക്കില്ല. AK ബാലന് സംശയം പറഞ്ഞാൽ അഥവാ ജയിക്കുകയാണ്, ഞങ്ങൾക്ക് അതുമില്ല. ഇവർ ജയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒത്തുകളിയൊക്കെ നടന്നിട്ട്, പക്ഷെ അതുകൊണ്ട് BJP ജയിക്കില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റന്നാൾ റിസൾട്ട് വന്നതിന് ശേഷം പറയാം. മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കമ്മീഷനും KPCC വെച്ചിട്ടുണ്ട്. ഈ KSU പോലത്തെ സംഘടനയുടെ സംസ്ഥാന ക്യാമ്പിൽ ആശാസ്യമാണ്. അല്ല, അടിയാണ്. ഏതായാലും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ. പക്ഷേ എന്ന് വിചാരിച്ച് KSU ഒക്കെ മോശക്കാരാണെന്ന് ആരും പറഞ്ഞാലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല. നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. ആരോ ചിലർ കാണിച്ച തോന്നിവാസത്തിന് KSUവിനെ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല. അവരൊക്കെ ഇപ്പോൾ KSUവിന് വളരെയധികം ഒരു എന്താ പറയേണ്ടത്, പണ്ടത്തേനേക്കാളും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ KSUവിൻ്റെ സജീവ സാന്നിധ്യം ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് KSUകാരൊക്കെ മോശം എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല. ഏതോ ചില ആളുകൾ അവിടെ കുഴപ്പമുണ്ടാക്കാൻ നോക്കി, അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുകയാണ് കെ മുരളീധരൻ. ഫലം വരുമ്പോൾ അറിയാം. തനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്ന് സൂചിപ്പിച്ചാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്.